الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ചറബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. രാവും പകലും വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. അതിനിടയിൽ ജീവിതമാണ് യാത്ര പോകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഖബറിടത്തിലേക്കാണ് നമ്മുടെ യാത്ര എന്നുള്ളത് പലപ്പോഴും വിസ്മയിച്ചു പോകുന്നു. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയുണ്ട്. ആ യാത്ര അഭംഗുരം മനവരതം തുടരുകയാണ്. അല്ലെങ്കിലും മനുഷ്യൻ ഒരു യാത്രക്കാരനാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായൊരു ഭാഷ്യമുണ്ട്. സാഫിർ തജിദ് ഇവളൻ അമ്മൻ തുഫാരിഖുഹു ഫൻസബ ഫഇന്ന ലദീദൽ ഐശി ഫിന്നസ്വബി ഇന്നി റഅയ്തു ഖൂഫൽ മാഇ തുഫ്സിദുഹു ഇൻസാല ത്വാബ വ ഇല്ലം യജ്രി ലം യത്ബി. നീ യാത്ര പോവുക. തജിദ് ഇവളൻ, നഷ്ടപ്പെട്ടത് നിനക്ക് കിട്ടും. യാത്രയാണ് നമ്മുടെ നാടിനെ നാടാക്കിയത്. യാത്രയാണ് പ്രവാസം എന്ന് പറയുന്നൊരു സംഗതി. അതിൻ്റെ നിറമാണ് നമ്മളിലൊക്കെ ഇന്നുള്ളത്. അള്ളാഹു ആ സഹായം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കെട്ടി നിൽക്കുന്ന വെള്ളം പെട്ടെന്ന് ചീത്തയാവുന്ന ഷാഫി ഇമാം പറയുന്നു. അത് ഒഴുകണം. ജീവിതവും അങ്ങനെയാണ്, അതിങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ ആ ഒഴുകുന്നത് ഖബറിടത്തിലേക്കാണ്. ആയുസ്സുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഈ റമളാൻ മാസത്തോട് നമ്മൾ വിട പറയും. പിന്നെ വരുന്നൊരു വെള്ളിയാഴ്ച മിക്കവാറും ഈദുൽ ഫിത്റാകാനാണ് സാധ്യത. തീർന്നു പോവുക. പാതി പിന്നിട്ടിട്ടുണ്ട് റമളാൻ.
ഇപ്പോഴും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുപോലെ തോന്നുന്നു. ജീവിതവും അങ്ങനെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തെറ്റുകൾ തിരുത്തേണ്ട സന്ദർഭമാണ്. റമദാൻ വന്ന് പോയിട്ട് യാതൊരു പരിവർത്തനവുമില്ലാത്തൊരു മനുഷ്യൻ ഫഅന്നാ യുദ്റകു. പുണ്യനബിയുടെ ചോദ്യം, ഇനി എന്ന് നന്നാകാനാണ് അവൻ? അവസരങ്ങൾ എത്ര കിട്ടി. ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ ശരീരം പഠിപ്പിച്ചു അവനെ. മനസ്സിന്റെ മോഹവലയങ്ങളെ നിയന്ത്രിക്കാൻ മനസ്സും ബോധ്യപ്പെടുത്തി. ഇത്തരൊരവസരം വേറെ എങ്ങനെ കിട്ടാൻ? ശാരീരികമായ തളർച്ച, വിശപ്പ്, അത് വികാരത്തെ തളർത്തുന്നു. എല്ലാ വികാരങ്ങളെയും അടക്കി വെക്കാൻ അവനെ പരിശീലിപ്പിക്കുന്നു. പിന്നെ അവന്റെ അവയവങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണം, നാവിനടക്കമുള്ള നിയന്ത്രണം, അതിലൂടെ അവന് ലഭ്യമാകുന്ന ഈ സൗഭാഗ്യം മഹാ അത്ഭുതമായിട്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ബോധ്യവും ബോധവും നമുക്കുണ്ടാവുക വളരെ പ്രധാനമാണ്. തൗബയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കറിയാം, അള്ളാഹിനോട് പറയണം നമ്മൾ തെറ്റ്, വേറെ ആരോടും പറയണ്ട, പുറത്തു തരുന്നത് അവനാണ്. ഇപ്പോഴും ആരും അറിയാത്ത പലതും ഉണ്ടല്ലോ. അതെങ്ങാനും ആളുകൾ അറിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? ആര് മൈൻഡ് ചെയ്യാൻ? വ്യക്തിത്വം, അതിൻ്റെ തൊലി ഉതിർന്നു വീഴുന്ന ഭീകരമായ സത്യങ്ങളുണ്ടെങ്കിൽ അത് പറയേണ്ടത് റബ്ബിനോടാണ്. അവന്റെ കോടതിയിലാണ് വിചാരണ. ആ ബോധ്യവും ബോധവും നമ്മളെ മുന്നോട്ട് നയിക്കണം. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായൊരു സംഭവമായിരുന്നല്ലോ ബദർ. അത് അള്ളാന്റെ സഹായം നടന്ന ഒരു അത്ഭുതമാണ്. വലഖദ് നസ്റക്കമുല്ലാഹു ബിബദർ വഅൻതും അദില്ല. നിങ്ങൾ ഏറ്റവും ദുർബലരായിരുന്ന ഒരു കാലത്ത് അള്ളാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു. ഖുർആൻ പറയാം. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇതായത്തിറങ്ങുന്ന കാലം സൗകര്യങ്ങൾ വന്ന കാലമാണ്. ബദറിന് പോകുന്ന കാലം ഏത് നിമിഷം എന്തും സംഭവിക്കാം. വിശ്വാസം മാത്രം കൈമുതലാക്കി പോയ കാലമാണ്. ആയുധങ്ങളില്ല, അംഗബലമില്ല, സൗകര്യങ്ങളില്ല. ശത്രു എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചതാണ്. മനസ്സിന്റെയും ഈമാനിന്റെയും ധൈര്യം, അതിലുള്ള ഒരു യാത്രയാണ്. അല്ല പിന്നെ സൂചിപ്പിച്ചത് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾക്ക് നന്ദി കാണിക്കണം. നിങ്ങൾ ഖിയാമം വരെ ഈ ആയത്ത് വല്ലാത്തതാണ്. നന്ദി ഉണ്ടാകണം, മനുഷ്യന് നന്ദി ഉണ്ടാകണം, സൃഷ്ടാവിനോട് നന്ദി ഉണ്ടാകണം, സഹായിച്ചവനോട് നന്ദി ഉണ്ടാകണം, പിതാവിനോട് നന്ദി ഉണ്ടാകണം, കുടുംബത്തോട് നന്ദി ഉണ്ടാകണം, അയൽപക്കത്തോട് നന്ദി ഉണ്ടാകണം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു ജീവിതം ഉണ്ടല്ലോ, 13 കൊല്ലത്തെ മക്കയിലെ പ്രയാസം നിറഞ്ഞ ജീവിതം. അത് കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയാണ്. അനുയായികൾ വന്ന് കരയും, അടികെട്ടി ചോരൊലിപ്പിച്ച്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാന്റെ സഹായം? അപ്പൊ കരയും, രണ്ടു കൂട്ടരും കരയും. പിന്നെ ഒരു മറുപടി ഉണ്ട്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം വളരെ അടുത്തുണ്ടാവും. ഒന്നുമില്ലാത്തൊരു കാലം, പട്ടിണിയുടെ കാലം, പ്രയാസത്തിന്റെ കാലം, പരിവട്ടത്തിന്റെ കാലം. ആ പ്രയാസം അങ്ങനെ, അതിനിടയിലാണ് ഹിജറ ഉണ്ടായത്. 13 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ തലക്ക് വില പറഞ്ഞപ്പോ ഹിജറ. പിന്നെ മദീന പാകപ്പെട്ടു എന്ന് തോന്നിയപ്പോ ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി നല്ല ഒരു കച്ചവട സംഘവുമായിട്ട് യാത്ര പോകുന്നൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. അപ്പോഴാ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയുന്നത്, നമ്മുടെ സ്വത്തെടുത്തിട്ടുള്ള ഒരു യാത്രയുണ്ട്, അബൂ സുഫിയാനാണ് ലീഡർ, അത് പിടികൂടണം. എല്ലാവർക്കും സന്തോഷമായി, റെഡി. ആദ്യമായിട്ടാണ് ഒരു തിരിച്ചടി. അതുവരെ സഹനം മാത്രമാണ്. ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പോവുക. പക്ഷേ പോകുന്ന പോക്കിൽ ഒരു വാർത്ത അറിഞ്ഞു, ആ കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിടിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അവർ പ്രതികാരത്തിന് വേണ്ടി അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം കൊണ്ട് വരുന്നുണ്ട്, നമ്മളെ ചുട്ട് ചാമ്പലാക്കാൻ.
അതുകൊണ്ട് നമ്മൾ പുറപ്പെടണം. അങ്ങനെയാണ് അവർ ബദറിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. പുണ്യനബി കൂടിയാലോചന നടത്തുന്നുണ്ട്. കൂടിയാലോചന എന്നും പ്രധാനമാണ്. ഐഡിയകൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ ഒരു ചർച്ച ആവശ്യമാണ്. എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക. ഇത് ദീനിന്റെ നിയമമാണ്. നമുക്ക് ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും. ആ സ്വയം നിലയിൽ ഇങ്ങനെ നല്ല നിയത്തിലൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. മഹല്ല് സംവിധാനമാകട്ടെ, ഒരു കമ്മിറ്റി ആകട്ടെ, ഒരു പൊതു സംവിധാനമാകട്ടെ, അതിലൊക്കെ കൂടിയാലോചന പ്രധാനമാണ് എന്നൊരു പാഠം ഇത് പകർന്നു നൽകുന്നുണ്ട്. അൻസാരികളുടെ കൂട്ടത്തുനിന്ന്, മുഹാജിറുകളുടെ കൂട്ടത്തുനിന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടായി. മിഖ്ദാദ് ബിൻ അംർ, അദ്ദേഹം മുഹാജിറുകളുടെ നേതാവാണ്, ഹിജ്റ വന്നവരുടെ. ഇദ്ഹബ് നബിയെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അൻത വ റബ്ബുക, നബിയെ നമുക്ക് പോകാം, യുദ്ധത്തിന് പോകാം. മൂസാ നബി അനുയായികളോട് പറഞ്ഞ പോലെ, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല നബിയെ. യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞൊരു വാക്കാണ് ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, കുറെ ഈ യുദ്ധം, അതുകൊണ്ട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ. നിർണായകമായ ഘട്ടത്തിൽ അണികളിൽ നിന്നുണ്ടാകുന്ന വല്ലാത്തൊരു പ്രയാസമായിരുന്നു അത്. അവിടെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറയാ, അങ്ങ് എങ്ങോട്ട് പറഞ്ഞാലും ഞങ്ങൾ റെഡി. ബർക്കുൽ ഖിമാദ് എന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാലും ഞങ്ങൾ റെഡി. അപ്പൊ നബി പറയാ, പോരാ, ഇനി ആർക്കെങ്കിലും പറയാണ്ടോ? അപ്പോഴാണ് സഅദ് ബിൻ മുആദ് പറഞ്ഞത്, നബിയെ നിങ്ങൾ ഞങ്ങളെ ഉദ്ദേശിക്കുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം അൻസാരികളുടെ ലീഡറാണ്. അവരാ മദീനയിൽ തന്നെ ഉള്ളവരാണ്. ഈ വന്നവർക്ക് അഭയം നൽകിയവരാണ്. മദീനയുടെ പുറത്ത് വെച്ചിട്ട് ഒരു സംഘടനം ഉണ്ടാകുമ്പോ സംരക്ഷിക്കാം എന്നവര് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മദീനയിൽ എന്ത് തകർച്ച, എന്ത് അക്രമം ഉണ്ടാക്കലും ഞങ്ങൾ കാക്കും നിങ്ങളെ. അതാ കരാറ്. അതുകൊണ്ടാ നബി പറഞ്ഞത് നിങ്ങളും പറയണം. അപ്പൊ സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, ഞങ്ങളും റെഡി. അങ്ങ് കടലിൽ ഇറങ്ങാൻ പറഞ്ഞാലും ഞങ്ങൾ റെഡി. സീറോ വഅബ്ശിറൂ ഫഇന്നല്ലാഹ തആല ഖദ് വഅദനി ഇഹ്ദ ത്വായിഫത്തൈൻ. രണ്ട് സംഘത്തിലെ രണ്ടാലൊരു സംഘത്തെ അള്ളാഹ് കീഴ്പ്പെടുത്തി തരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് പോകാം. അങ്ങനെ സംഭവിക്കുന്ന യാത്ര, അവിടെ പാഠങ്ങൾ ഒരുപാടുണ്ട്. ഇത് ആവേശമല്ല ബദർ. ബദർ ഒരു പരീക്ഷണമാണ്. അതിലപ്പുറം ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹിന്റെ ഒരു ദുആയുണ്ട്, പടച്ച റബ്ബേ അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി അല്ലാഹുമ്മ ആതി മാ വഅദ്തനി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത ലാ തുബ്അദ് ഫിൽ അർള്. ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ റബ്ബേ, ഇനി നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂമിയിൽ ഉണ്ടാവൂല. നിർണായകമായ ഘട്ടമാണ്. തലയിലെ തട്ടം വീഴുന്നുണ്ട്. അപ്പൊ അബൂബക്കർ വന്നിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മതി നബിയേ മതി എന്ന് അബൂബക്കർ പറയുന്നുണ്ട്. പക്ഷേ കണ്ണീരൊലിപ്പിച്ചിട്ട് ദുആ, അബൂജഹലിന്റെ ദുആ പറയുന്നുണ്ട്. അതും ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിം വഅതാനാ ബിമാ ലാ യുറഫ് ഫഅഹ്നിഹി അൽഗദാത്. മുഹമ്മദ് കുടുംബബന്ധം മുറിച്ചവനാണ്, ഒരാരോപണമാണ്. വഅതാനാ ബിമാ ലാ യുറഫ്, ഞങ്ങൾക്കറിയാത്ത ഒരു മതം കൊണ്ടുവന്നവനാണ്. അതുകൊണ്ട് ഫഅഹ്നിഹിൽ ഗദാത്, അവനെ നശിപ്പിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ എന്നാണ് അബൂജഹൽ വിളിച്ചത്. ഇതിനെന്താ വരുമെന്നുള്ള പ്രശ്നം? അത് പഠന വിധേയമാക്കേണ്ടതാണ്. നേരിട്ട് അള്ളാനെ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമല്ല. അതിനിടയിൽ കുറെ ആളുകൾ, കുറെ വ്യക്തികൾ, കുറെ ശക്തികൾ, അങ്ങനെ ഒരു ധാരണ, അത് ജഹാലത്തിന്റെ ധാരണയാണ്. അതിങ്ങനെ പർവ്വതീകരിച്ചു വന്നപ്പോഴാണ് ഇതൊരു പോരാട്ടത്തിലേക്ക് വന്നത്. ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിയതൈനിൽ തഖതാ ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾക്ക്. അല്ലാഹ് പറയാണ്, ആ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ രണ്ട് സംഘങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലെ ഒരു കൂട്ടർ ഏറ്റുമുട്ടിയത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. വൗഖറ, മറ്റേ കൂട്ടർ കാഫിറത്തുൻ, നിഷേധികളായിട്ടുള്ളവർ. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ,
അവർ വിശ്വാസികളെ നോക്കിയപ്പോൾ അവർക്ക് അവരെക്കാൾ ഇരട്ടിയായി ഇവരുണ്ടെന്ന് തോന്നി. അത് അള്ളാന്റെ ഒരു പണിയായിരുന്നു. വെറും 300 ആളേ ഉള്ളൂ. പക്ഷെ ദൂരെ നിങ്ങോട്ട് നോക്കിയപ്പോ ഒരുപാട് ആളുകളുണ്ടല്ലോ വേറെ എന്ന് ഉള്ളിൽ ഒരു ഭയം അല്ലാഹു ഇട്ട് കൊടുത്തു. വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഖുർആൻ തൗബ സൂറത്തിലെ വല്ലാത്ത ഒരായത്താണ്. പരിശുദ്ധ ഖുർആൻ ആല ഇംറാൻ സൂറത്തിലെ 13-ാമത്തെ ആയത്താണ്. അത് പഠിക്കേണ്ട ഒരു ആയത്താണ്. ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾക്കെന്നാ പറയുന്നത്. ഒരുപാട് പഠിക്കാനും ചിന്തിക്കാനുണ്ട്. അതുകൊണ്ട് റബ്ബിനോടുള്ള ദുആ, തേട്ടം, നിരന്തരമായ പ്രാർത്ഥന, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൽ സമർപ്പിച്ച അവന്റെ പ്രാർത്ഥന, അത് ഇങ്ങടെ അല്ലാഹ് സ്വീകരിക്കുന്ന അത്ഭുതകരമായ രംഗങ്ങൾക്ക് ബദർ സാക്ഷിയാകുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുദ്ധമങ്ങ് തുടങ്ങി. അപ്പോ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ബദർ. ബദറിൽ നബി എന്നോട് പറയാണ്, ഹാദാ ജിബ്രീൽ, ഇതാ ജിബ്രീൽ വന്നിട്ടുണ്ട്. ആഖിദും ബിറഅസി ഫറസിഹി, കുതിരയുടെ ചീന് പിടിച്ചിട്ട് ജിബ്രീൽ നിൽക്കുന്നുണ്ട്. അലൈഹി അദാത്തുൽ ഹർബ്, ജിബ്രീൽ യുദ്ധത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ബുഖാരിയുടെ ഹദീസാണ്. അള്ളാന്റെ സഹായമാണ്. ആയത്തുകൾ പലതുണ്ട്. 3000 മലക്കുകൾ ഇറങ്ങി, 1000 മലക്കുകൾ ഇറങ്ങി എന്നൊക്കെ കാണാം. പടച്ചോൻ അങ്ങോട്ട് ജയിപ്പിക്കാൻ തീരുമാനിച്ചു, അങ്ങോട്ട് ജയിച്ചു. 14 ആളുകൾ ഷഹീദായി. റസൂലുള്ളാഹിന്റെ ഭാഗത്ത് 70 ശത്രുക്കൾ ഷഹീദായി, 70 ശത്രുക്കൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ മൊത്തം 84 പേർ. ആകെ 84 പേരുടെ മരണമാണ് ആ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് പിൽക്കാലത്ത് എന്തൊക്കെ പറയുന്ന ആളുകൾ, ഇസ്ലാം പോരാട്ടമാണ്, ഇത് വെറും ഭീകരമാണ്, അതിങ്ങനെ ആളുകളെ കൊല്ലലാണ് അല്ലേ. ഇറാന്റെ ഒരു ചിത്രം കണ്ടല്ലോ നമ്മൾ. 64ഓളം കുട്ടികളുടെ കബർ ഇങ്ങനെ വെട്ടി, ആ കബറിന്റെ ചിത്രം അത് വല്ലാത്തൊരു കാഴ്ചയാണ്. സ്വപ്നം കാണേണ്ട പ്രായത്തിൽ, പാഠപുസ്തകങ്ങൾ കയ്യിലെടുക്കേണ്ട പ്രായത്തിൽ, പേന കൊണ്ട് അക്ഷരം പഠിക്കേണ്ട പ്രായത്തിൽ, കുഞ്ഞിന്റെ പുഞ്ചിരി ഏത് പിതാവിന്റെ ഹൃദയമാണ് നിലാവും ചുരത്താത്തത്. ഒരു കുടുംബത്തിന്റെ വളക്കാണ് മക്കൾ, അവർ പ്രതീക്ഷയും സ്വപ്നവുമാണ്. അങ്ങനെ ലോകത്ത് ഭീകരമായ താണ്ഡവങ്ങൾ നടക്കുമ്പോൾ സങ്കടത്തോടെ പലതും നമ്മൾ ഇങ്ങനെ ഓർത്തു പോകാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ബദർ ഒരു പാടാണ്, അല്ലാതെ അതൊരു ആഘോഷമല്ല. ഒരു കാലത്ത് സമൂഹത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി, അതൊരാഘോഷം, അതിന്റെ പേരിൽ ഒരു വലിയ സംഭവം ഒന്നുമല്ല. 8 കൊല്ലത്തോളം റസൂലുള്ള ബദർ കഴിഞ്ഞിട്ട് അവിടെ ജീവിച്ചിട്ടുണ്ട്. അവിടെ ബദർ ദിനം കൊണ്ടാടിയിട്ടില്ലല്ലോ, ബദറിന്റെ ആണ്ടുണ്ടായിട്ടില്ല, അതിന്റെ പേര് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു വികാരമാണ്. അതിൽ പങ്കെടുത്തവർക്ക് എന്തോ ഒരു ബഹുമാന പിൽക്കാലത്തുണ്ടായത്. ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോ ബദറിൽ പങ്കെടുത്തവന്റെ ഹദീസ് അതിന് സ്ഥാനം കൂടി. എന്ത് സംഗതി പറയുമ്പോഴും അയാൾ ബദറിൽ പങ്കെടുത്തവനാണ്, അതിന് പദവി കൂടി. കാരണം അത് ആദ്യത്തെ യുദ്ധമാണ്. അന്നാണ് അറിഞ്ഞത് വിജയം നമുക്കുണ്ടാകുന്നു. അതുവരെ വിജയം ഉണ്ടാവുന്ന ആരുടെ ഉള്ളിൽ തോന്നാൻ? അത്രമേൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം, അത്രമേൽ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമോ എന്ന് കരുതിയ ഒരു വിഭാഗം, അവരാ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാ ബദർ, ഗസ്വത്ത് ബദറിൽ കുബ്റ, അതൊരു തുടക്കമായി മാറിയത്. അതുകൊണ്ടാണ് അതിന് വലിയ ഫളായിലുകളും ശ്രേഷ്ഠതകളും ഉണ്ടായത്. അതുകൊണ്ട് അതൊരു പാഠമാണ്, അതൊരു വികാരമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് എന്ത് വിഷമവും പ്രയാസവും തേടുക, പറയുക, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതറിയുന്ന, പതിരാവിന്റെ സകലമാന രഹസ്യങ്ങളും അറിയുന്ന ആ റബ്ബിനോട് എല്ലാം പറയാം. അല്ലാത്തൊരു തേട്ടം നമുക്ക് വേണ്ട. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമുക്കെല്ലാം തരുന്നത് റബ്ബാണ്. പ്രതിസന്ധികളെ ലോകത്ത് ഉരുണ്ട് കൂടുന്നുണ്ട്. എന്തൊക്കെ ആവുന്ന ആർക്കും അറിയില്ല. ഇരുട്ടി വെളുക്കുമ്പോ എന്തൊക്കെ ആവുന്ന ആർക്കും അറിഞ്ഞൂടാ. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആ പ്രതിസന്ധി നിറഞ്ഞൊരു കാലത്ത് യുദ്ധത്തിന് പോയിട്ട്
ചിലരൊക്കെ മരിച്ചു പോകും. അപ്പോ കപടവിശ്വാസികൾ വന്നിട്ട് കളിയാക്കാൻ തുടങ്ങും. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഈ യുദ്ധത്തിന്റെ ആവശ്യമല്ല, അതുകൊണ്ടല്ലേ ഇന്നയാളെ ജീവൻ പോയത്, ഇന്നയാളുകൾ മരിച്ചു പോയത്. 3-4 ആയത്തുകൾ ആ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് അവരുടെ മരണം, അവർ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ അടുത്ത് അവർ ജീവിക്കുന്നുണ്ട്. മറ്റൊരായത്താണ് തൗബ സൂറത്തിലെ 51-ാമത്തെ ആയത്ത്. ഖിയാമം വരെ എല്ലാത്തിനും ആശയാണത്. ഖുൽ, അവരോട് പറയാ, എന്താ പറയേണ്ടത്? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് എന്ത് വിപത്ത് വന്നാലും അത് അല്ലാഹ് രേഖപ്പെടുത്തിയതാണ്. ഞങ്ങളെ മരിച്ചാലും, ഞങ്ങളെ കുടുംബത്തിലെ അംഗങ്ങൾ കുറഞ്ഞാലും, ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഒഴുകിപ്പോയാലും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഓർമ്മകളായാലും, രോഗം വന്നാലും, വിഷമം വന്നാലും, സാമ്പത്തിക നഷ്ടം വന്നാലും, എന്ത് പ്രതിസന്ധി ഒരു മനുഷ്യന് വന്നാലും നബിയെ അവരെ കൊണ്ട് പറയിപ്പിക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമുക്കാണ് അത് പാഠം. എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ചിരിക്കാൻ കഴിയാത്തവർ, പ്രയാസപ്പെടുന്നവർ, മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടുന്നവർ, കടബാധ്യത കൊണ്ട് ഉറങ്ങാൻ കഴിയാത്തവർ, ഒരു ഫോൺ കോൾ കേൾക്കുമ്പോഴേക്ക് ഭയപ്പെടുന്ന എത്ര പാവങ്ങളുണ്ട് ദുനിയാവിലെന്നറിയുമോ? അയാളാണ് വിളിക്കുന്നത്, ഇന്നാണ് തീയതി പറഞ്ഞത്. അങ്ങനെ പ്രയാസപ്പെടുന്നവർ എത്ര. അതുകൊണ്ട് ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അല്ലാഹയാണ് ഞങ്ങളുടെ സഹായി. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് അള്ളാന്റെ മേലിലാണ് വിശ്വാസികൾ പരമേൽപ്പിക്കുന്നത്. സൂറത്ത് തൗബയിൽ 51-ാമത്തെ ആയത്താണ്. ആയത്ത് നമ്മൾ നെഞ്ചേറ്റു വാങ്ങാണ്. എന്ത് വിഷമം, എന്ത് പ്രയാസം വരുമ്പോഴും ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ആ ബോധത്തോടെ. അതുകൊണ്ട് തവക്കുൽ, അതുപോലെ ദുആ, അതുപോലെ ഒന്നിച്ചു നിൽക്കാനുള്ള മനസ്സിന്റെ കരുത്ത്, അതുപോലെ ത്യാഗം, ഇതൊക്കെ ബദർ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അത് ജീവിതത്തിൽ പകർത്താൻ, ആ ചരിത്രത്തിന്റെ ഓർമ്മകളിൽ നമ്മളെ തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. സാനിയൻ ബിത്തഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലോകത്തോട് വിട പറയും. ഒരു മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. ആനക്കയം തോരപ്പ മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ ഖദീജ എന്ന സഹോദരി, അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കൂടെ കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന പലരും ഇന്നില്ല. റമദാനാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ അറിയാതെ ഓർത്തു പോകുന്നത്. നോമ്പുതുറയുടെ ഒരു ഇരുത്തമുണ്ടല്ലോ കുടുംബങ്ങളിൽ, അത് ഓർമ്മയുടെ വല്ലാത്തൊരു കാഴ്ചയാണ്. മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും മായാത്ത ചില ശുഭമുഹൂർത്തങ്ങളാണ്. അവരൊക്കെ പോയിട്ടുണ്ട്, ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അത് റബ്ബിന്റെ തീരുമാനം പോലെ സംഭവിക്കും. ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ വിട പറയുന്നുണ്ട്, നമ്മളറിയുന്നവരും അറിയാത്തവരും. പത്രകോളം അല്ലെ, ഒരു പേജ് മുഴുവൻ അതിനാണ്. എന്നിട്ടും തികയുന്നില്ല വാർത്തകൾക്ക്. എത്രയോ ആളുകൾ വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിട പറഞ്ഞ് നമ്മുടെ ചുറ്റും കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പല ആളുകളും പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ട് വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു. ആ രോഗങ്ങളൊക്കെ ചിലതൊക്കെ മാരകമാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ലാത്ത വിധം മനസ്സ് തകർന്നുപോയ കുറെ പാവങ്ങളുണ്ട്. അള്ളാഹു അവർക്ക്
ആഫിയത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ അടുത്ത ആള് മരിക്കണമെന്ന് കൊതിക്കുന്നവരുണ്ട്, ചിലപ്പോൾ സഹായമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. കിഡ്നി പേഷ്യൻ്റാണ്, ഡയാലിസിസ് ചെയ്യാൻ ആകെ 15 മിഷ്യൻ, ഒരു മിഷ്യനും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ ഇയാൾ 16ാമത്തെ ആളാണ്. അപ്പൊ ആരോ പറഞ്ഞു അയാളിപ്പടുത്ത് മരിക്കും, ആളെ കുറേയൊക്കെ ആയിട്ടുണ്ട്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതിൽ കിടക്കാം. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു തോന്നുകയാണ്, എൻ്റെ വേണ്ടപ്പെട്ടവർ പണം കൊടുത്തിട്ട് എന്നെ കൊണ്ട് ഇടങ്ങാറാകുകയാണ്, അതുകൊണ്ട് അവിടേക്കാണ് കടന്നു കിട്ടിയാൽ മരിക്കുകയാണ്. എല്ലാം മരണമാണ്, പക്ഷെ അങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും പലപ്പോഴും. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് ക്ഷമയും ഈമാനും വർദ്ധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്ത് എന്ത് പരീക്ഷണമാണെങ്കിലും റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന, എല്ലാം സംസാരിക്കുന്ന പരലോകത്ത് റമദാനും സംസാരിക്കുമെന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൊലികൾ സംസാരിക്കുന്ന ലോകത്ത്, കൈകൾ സംസാരിക്കുന്ന ലോകത്ത്, കാലുകൾ സംസാരിക്കുന്ന ലോകത്ത് റമദാൻ സംസാരിക്കും. നമ്മളെക്കുറിച്ചാ സംസാരിക്കുക. എന്താണ് റമദാൻ നമ്മളെ പറ്റി പറയാം? ഈ 15 ദിവസം കൊണ്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആനോട് നീതി പുലർത്താൻ സാധിച്ചു പോ? നമ്മളെ നോമ്പായി മാറിയിട്ടുണ്ടോ? നമ്മളെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ടോ? നമ്മളെ വീടുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ദീനിന്റെ ചിത്രം എന്താണ്? അതൊന്നും ഇങ്ങനെ ഓർക്കുക. അപ്പൊ റമദാൻ എന്താ നമ്മളെ കുറിച്ച് പറയുക, അത് ബോധ്യം ഉണ്ടാകുക. ആ റമദാൻ നമുക്ക് അനുകൂലമായി റബ്ബിനോട് സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം കിട്ടി സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി മരണം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ പരീക്ഷണങ്ങൾ വിജയം വരിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് അകാരണമായി വിഷമിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. റബ്ബ് അവർക്ക് സമാധാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസി സഹോദരന്മാരുടെ ജോലികളിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവടങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹം പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഈ റമദാൻ ഇനിയുള്ള ദിവസങ്ങൾ നീതി പുലർത്താൻ, ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ, ദീനിന്റെ നല്ല കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമാകാൻ, ഇബാദത്തുകൾ നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.